ഹലോ. നമ്മൾ ചില സമയങ്ങളിലേക്ക് ഒത്തിരി പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ. ചില സമയത്ത് ചിലപ്പോൾ നിങ്ങളിപ്പോ ചില എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണത്തിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോകുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചില പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിജയത്തിന് മുമ്പുള്ള ഒരു സംഭവമായിരിക്കാം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നോമ്പുകാലത്തിലൂടെയും ഒക്കെയാണ് ക്രൈസ്തവ വിശ്വാസികളൊക്കെ കടന്നു പോകുന്നത്. ഈശോയുടെ കുരിശുമരണത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈശോയുടെ കുരിശുമരണവും അതുപോലെ പീഡാസഹനത്തിനും ഒക്കെ ഒരു അവസാനം വലിയൊരു ഈസ്റ്റർ വരുന്നുണ്ട് അല്ലെ. 3 ദിവസം കഴിയുമ്പോൾ ഈശോ ആ ഒരു അതുപോലെ ഉയർത്തെഴുന്നേൽക്കാണ് വരുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ അല്ലെങ്കിൽ സങ്കടത്തിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള ഒരു തീരുമാനം എടുക്കാനൊക്കെ സാധിക്കാതെ വരികയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും സമയമാണ് ഈ ഒരു സമയം. പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും നോമ്പുകാലത്തിന്റെ അവസാന നാളുകൾ. അത് കഴിയുമ്പം ഈസ്റ്ററിന് നിങ്ങൾക്കൊരു നല്ലൊരു സന്തോഷവും സമാധാനവും നല്ലൊരു ആശ്വാസമുള്ള ഒരു വചനങ്ങളോ അല്ലെങ്കിൽ ആശ്വാസവും നിങ്ങളുടെ ഒരു ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ജീവിതത്തിലും ഒരു ഓശാന ഞായറാഴ്ച ഒരു സങ്കടം വന്ന് ഒരു ഈസ്റ്ററിന് ഭയങ്കര ഒരു അത്ഭുതകരമായ ഒരു ഇടപെടലുണ്ടായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ എന്റെ ആ ഒരു ജീവിതാനുഭവം ഷെയർ ചെയ്യാം കേട്ടോ. അതായിരുന്നു എന്റെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ എക്സ്പീരിയൻസ് എന്ന് പറയാം. അതായത് ഒരു ദുഃഖവെള്ളി ഉണ്ടെങ്കിൽ അവിടെ ഒരു ഉയർപ്പ് തിരുനാളുണ്ട് എന്ന് എന്റെ ജീവിതത്തിൽ തോന്നിയ ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു ആ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത്. അപ്പം എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ആയിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി. ഏറ്റവും വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനാണെന്ന് മാത്രം നിങ്ങൾ ഓർക്കുക. പ്രത്യേകിച്ച് നമ്മളുടെ ബൈബിളിൽ ജോബിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജോബിന്റെ പുസ്തകത്തിൽ നടക്കുന്നത് ഇതാണ്. ജോബ് ഒത്തിരി സന്തോഷത്തോടെ സമാധാനത്തോടു കൂടിയൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു കാലഘട്ടത്തില് ജോബിനെ പരീക്ഷിക്കുവാനായിട്ട് പിശാച് ദൈവത്തിന് കയ്യിൽ നിന്ന് പെർമിഷനൊക്കെ മേടിച്ച് ജോബിനെ ഒത്തിരി രീതിയിൽ ബുദ്ധിമുട്ടിച്ചു. അതായത് സമ്പത്ത് പോയി, മക്കള് പോയി, ആരോഗ്യം പോയി, അല്ല. പക്ഷെ ജോബ് ആ ഒരു പ്രതിസന്ധിയിലും ദൈവത്തെ തള്ളി പറയാതെ ആ കൂടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ജോബിന്റെ ജീവിതത്തിൽ സംഭവിച്ച എന്താണെന്ന് ചോദിച്ചാല് എന്തൊക്കെ ആ ഒരു ദൈവം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് തിരിച്ചെടുത്തോ അതിന്റെയൊക്കെ ഇരട്ടിയായിട്ട് ദൈവം 4 ഇരട്ടിയായിട്ട് ജോബിന് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ ഒരു സന്തോഷവും സമാധാനവും മക്കളും സമ്പത്തും ഭാര്യയെ തിരിച്ചു വരികയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ജോബിന്റെ സമയത്ത് കൂടുതൽ സമൃദ്ധിയോടുകൂടി വരികയാണ് ചെയ്തത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഇപ്പോഴുണ്ടെങ്കിൽ ഇതൊരു പരീക്ഷണ കാലഘട്ടമാണ്. ഒരു ഗുഡ് ഫ്രൈഡേക്ക് ഈസ്റ്റർ ഉള്ളതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഈസ്റ്റർ എത്രയും പെട്ടെന്ന് കാണാനൊക്കെ ആയിട്ട് ഇടയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ വീണ്ടും കാണുന്നുണ്ട്. ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ.